ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് അനന്ത് നായർ. ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആതിരപ്പള്ളിയിലാണ്. ഗ്രീൻ ട്രീസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിസോർട്ടിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് വന്നതല്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, നമുക്കൊരു ടൂർ എന്ന് വേണമെങ്കിൽ പറയാം, റിസോർട്ട് ടൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മൊത്തം ഇരുന്ന് കാണണേ. ഈ കാണുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് റിസപ്ഷനിലാണ്. നമ്മൾ ഈ കാണുന്ന ആളാണ് പ്രതീഷ്. ഹൈ പ്രതീഷ്. ഹായ്. പത്തനാപുരംകാരനാണ്. പുള്ളിയാണ് എനിക്ക് ഈ ഏരിയ മൊത്തം ഒന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ബാക്കി ബാലൻസ് ഉള്ള ഏരിയ ഒന്ന് പോയി കാണാം. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെയാണ് റൂമിൻ്റെ സെക്ഷൻസ് വരുന്നത്. റൂം സെക്ഷൻസ് വരുന്നത് കണ്ടോ, സൈഡിൽ ബാംബൂസൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയാണ്. ഫസ്റ്റ് കാണുന്നത് പൂളാണ് കേട്ടോ. ഒരു പൂളുണ്ട്, അങ്ങനെ പൂൾ. ഇവിടെ ടോട്ടലി 4 പൂളുണ്ട്. ഇതിൽ ഫസ്റ്റ് പൂളാണിത്. ഇത് റൂംസാണ് കേട്ടോ, റൂം സെക്ഷൻസാണ്. അവിടെ പ്ലേ ഏരിയ ഉണ്ട്, നമുക്ക് അവിടെ നേരെ പിന്നെ പോവാം. ആണോ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കണമല്ലോ. ഇത് ഗാർഡൻ ഏരിയ ആണ്. ഇത് ബേബി പൂളാണ്. ഇത് ബേബി പൂൾ. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ. അവിടുന്ന് റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നിന്ന് നേരെ പോകുന്നത്. ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ. ഇതൊരു പൂളാണ്, ഇവിടെ ഒരു പൂളാണ്, അപ്പുറത്തൊരെണ്ണമുണ്ട്. ഇവിടെയാണ് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു വ്യൂ ഉള്ളത്. എടാ വാവ്, ഓക്കെ. ഇത് കംപ്ലീറ്റ് മീനാണ്. ചെറിയ 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 മീനുകളെല്ലാം ഇങ്ങനെ കൊണ്ട് ഒരുപാട് മീനുണ്ട്. ഇത് പണ്ടത്തെ ഒരു പാറക്കുളമാണ് കേട്ടോ, പാറക്വാറി. പണ്ടത്തെ ഒരു പാറക്വാറി പോലത്തെ ഒരു സംഭവം. അതിലുണ്ടായ ഒരു നാച്ചുറൽ പോണ്ടാണ്. അതിൽ തന്നെ നാച്ചുറലി ഉണ്ടാകുന്നൊരു വാട്ടർഫോളാണത്. കണ്ടോ, ഒരുപാട് മീനുണ്ട്. ഇത് അവിടേക്ക് കാണുന്ന വലിയ വലിയ മീനുകളുണ്ട്, വലിയ വലിയ മീനുകൾ. കൂടുതലും ബ്ലാക്ക് കളർ മീനുകളാണ്, പേരറിയില്ല. പിന്നെ റെഡ് കളേഴ്സ് മീനുണ്ട്, കണ്ടോ, ഓറഞ്ച് കളറൊക്കെ ഉണ്ട്. ഓറഞ്ച് കളർ മീനുണ്ട്, റെഡ് കളർ മീനുണ്ട്. പിന്നെ നമുക്കിവിടെ നിന്ന് നേരെ തിരിച്ച് നമുക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത സെക്ഷനിലോട്ടാണ്. അതെന്ന് പറയുന്നത് ജിം ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ജിമ്മൊക്കെ ഒന്ന് പോയെന്ന് കാണാം. ഇതും ഒരു പൂളാണ്. ഇതാണ് നമ്മുടെ റൂംസ്. ഇതുമാണ്. നമുക്ക് എന്തായാലും നമുക്ക് ജിമ്മിലോട്ടൊന്ന് പോകാം. ഇവിടെ വന്നാലും കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള വ്യൂ ആണ്. കണ്ടോ, നമുക്കിതാ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങനെ ഇവിടെ ഇരിക്കാം. പൊളിയല്ലേ? നമുക്ക് കുറച്ച് കാമായിട്ടും ക്വയറ്റായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, നമ്മളെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി കുറച്ച് എന്താണ് കാംഫുൾ ആൻഡ് എന്താണ് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് എന്താ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്ലേസ് അല്ലെങ്കിൽ പറ്റിയൊരു റിസോർട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആണോ, ഇതാണ് ജിം ഏരിയ. ഇതാണ് ജിം ഏരിയ. ഇതിൽ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വർക്കൗട്ട് ചെയ്യാം. സ്ഥിരം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വരുവാണെങ്കിൽ
ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ പോകുന്നതാണ് പ്രൈവറ്റ് പൂൾ കേട്ടോ. പ്രൈവറ്റ് പൂളുള്ള വില്ലാസ് ഇത് രണ്ടുമാണ്. ഇതാണ് നമ്മളെ പുതിയ ട്രാവൽ പാർട്ട്നേഴ്സ് ഗൈസ്. നമ്മുടെ പഴയ ട്രാവൽ പാർട്ട്നേഴ്സ് UK പോയപ്പോൾ പുതിയ ട്രാവൽ പാർട്ട്നേഴ്സ് നമ്മളെ കണ്ടെത്തി. ഇത് അനു അറിയായിരിക്കും. ഇത് കാവ്യ, നമ്മുടെ പഴയ കാവ്യ പോലെ പുതിയൊരു കാവ്യ. എങ്ങനെയുണ്ട് റിസോർട്ട്? റിസോർട്ട് ഉണ്ട്, വേറൊന്നും പറയാനില്ല. പറയാനായിട്ട് വേറെന്താ ഉള്ളത്? രാവിലെ തന്നെ നല്ല ആംബിയൻസ് ഉണ്ട്. അതിരപ്പള്ളി കുറച്ച് വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് മോശമായെങ്കിലും റിസോർട്ടിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. അതെ അതെ, പൂളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള അന്തരീക്ഷങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നാച്ചുറൽ വെള്ളച്ചാട്ടം തന്നെ ഉണ്ട്, അതിനകത്ത് മീനിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ട്. എല്ലാം കൊള്ളാം. എന്താണ് കാവ്യക്ക് പറയാനുള്ളത്? ഡിഫറെന്റ് എക്സ്പീരിയൻസ്. നമുക്ക് വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് പോവാം. ഇവിടെ നിന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് പൂൾ കുറച്ചുകൂടെ അടുത്ത് കാണാം. പൂളല്ല, നമ്മുടെ ആ ഒരു ആ കുളം കുറച്ചുകൂടെ അടുത്തറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആ ഒരു സെറ്റിംഗ് ആണ് കേട്ടോ. ആ ഒരു പാറക്വാറിയുടെ സൈഡാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പ്ലേസ് അവർ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഇരിക്കുന്ന ഒരു പ്ലേസില്ലേ, നമ്മളിതേ കണ്ടോ, നമുക്ക് ഇവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി നമുക്ക് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വിഷ്വലാണ്. അല്ല, വെള്ളച്ചാട്ടം നമുക്ക് അടുത്ത് കാണാൻ പറ്റും. നമുക്ക് ചായ കുടിക്കാനായിട്ടുള്ള പ്ലേസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാം. കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇതിനടുത്തൂടി ചാലക്കുടി പുഴ ഒഴുകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് റിവർ വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേസ് കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ആ പറഞ്ഞ റിവർ സൈഡിലേക്കാണ്. നമ്മൾ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയാൽ ഈ കാണുന്നതേ നമ്മുടെ ഓയിൽ പ്ലാന്റേഷനാണ്. ഓയിൽ പ്ലാന്റേഷൻ മീൻസ് ഓയിൽ പാം പ്ലാന്റേഷനാണ്. നമ്മൾ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. ഗ്രീൻ ട്രീസ് കണ്ടോ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ആതിരപ്പള്ളി എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ആതിരപ്പള്ളി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ജനസാഗരമെന്ന് ഒരു പൊടി മണ്ണ് മേളിലോട്ടെറിഞ്ഞ് താഴെ വീഴില്ല, അങ്ങനത്തെ തിരക്കായിരുന്നു. കംപ്ലീറ്റ്ലി നമ്മളെ മൈൻഡ് ഔട്ടാവുന്ന രീതിയിലുള്ള ഒരു. അപ്പം ഞങ്ങൾ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവധി ദിവസങ്ങളിൽ ടൂറിസ്റ്റ് സ്പോട്ടിൽ വരാൻ പാടില്ല. കാര്യം അത്രയും തിരക്കായിരുന്നു. നമ്മൾ പിന്നെ നമുക്ക് ഒരിടത്തും പോകാൻ തോന്നില്ല, ആ ലെവലിലുള്ള തിരക്കായിരുന്നു. നമ്മൾ നടന്നൂപ്പാട് നടന്നൂപ്പാട് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് നടക്കാം, കാഴ്ചയൊക്കെ കണ്ട് നടക്കാം. പക്ഷേ ഇത് നമ്മൾ തെന്നി വീഴുമോ എന്ന് നോക്കി നടക്കേണ്ട ഒരവസ്ഥ. കാര്യം ഒരാളുടെ കാലിൽ തട്ടും, ആ ലെവലിലായിരുന്നു
ഇന്ന് ഭയങ്കര അത് മീൻസ് ആ ലെവലിലായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല, അവധി ദിവസങ്ങൾ വരുന്നതിൻ്റെ ഒരിതാണ്. അപ്പം കഴിവതും അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ദിവസങ്ങൾ, അവധിയുള്ള ദിവസങ്ങളിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതേ കാണില്ല, ഈ സൈഡിൽ കാണുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ പ്ലാന്റേഷനാണ്. ഓയിൽ പ്ലാന്റേഷൻ മീൻസ് നമ്മളെ പാം ഓയിൽ എടുക്കുന്ന പാമുകളുടെ പ്ലാന്റേഷനാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് പുഴയിലേക്ക് പോകാനായിട്ട്. നമ്മൾ ഇന്നലെ അവിടെ പോയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പോയിരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ പോയി ജസ്റ്റ് ഒന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ്. ഗൈസ്, അത് ദൂരമായിട്ട് പനയൊക്കെ ആന ചവിട്ടി ഒടിച്ചിട്ടേക്കണം നമുക്ക് കാണാൻ പറ്റും. ദേ കണ്ടോ, അവിടെ 2-3 അങ്ങനെ ഒടിച്ചിട്ടിട്ടുണ്ട്. വേണ്ട, ഇവിടെയും ഒടിച്ചിട്ടിട്ടുണ്ട്. ആന ചവിട്ടി മറിച്ചിട്ടേക്കുന്നതാണ്. ആനയുടെ ലീലാവിലാസങ്ങൾ. ആനപ്പിണ്ടം കിടക്കുന്നത് കാണാം. നമ്മൾ പുഴയിലേക്ക് എത്താറായി. നമ്മൾ ദൂരെയായിട്ട് നമുക്ക് പുഴ കാണാം. കുറച്ച് മീറ്റർ ഉള്ളൂ കേട്ടോ, റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ആന ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഫെൻസിങ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആന ഇതൊക്കെ ചവിട്ടി പൊട്ടിച്ച് വരും. നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. അതിമനോഹരമായ ചാലക്കുടി പുഴയുടെ സൗന്ദര്യം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രദേശമാണേ. വാവ്, അതാ അങ്ങ് ദൂരമായിട്ട് മഞ്ഞും അതുപോലെ തന്നെ ആ പുഴ ഒഴുകുന്ന ഒരു ഭംഗിയൊക്കെ കാണാൻ എന്ത് രസമാണ് നോക്കിയേ. നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി സ്ഥലം കാണാം. ഇവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ കാണാമല്ലോ. 2 പേര് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് എന്തായിരുന്നാലും നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ നടന്ന് മറ്റൊരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. വേണ്ട സ്റ്റെപ്പായിട്ട് കൂടുതൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാനുള്ള ആ ഒരു ഭംഗിയാണ്
ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങ് ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇതാണ് നമ്മുടെ ചാലക്കുടി പുഴ.